എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സർഫേസ് വെബ്. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈവൻ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും സർഫേസ് വെബിലാണ്. എന്നാൽ ഇതിന്റെ ഒക്കെ ഒരു ബാക്ക് എൻഡ് ഉണ്ട്, സ്ക്രിപ്റ്റിങ്ങും അതിന്റെ ഒരു ബാക്ക് എൻഡ് ഫുൾ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉള്ളത് ഡീപ്പ് വെബിലായിരിക്കും. അതിന് ചില പ്രത്യേക ആളുകൾക്ക് ചില ഐഡീസും ചില എന്താ പറയാ പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റൂ. അതിനെയാണ് നമ്മൾ ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിൽ തന്നെ കുറെ ക്രൈം നടക്കുന്ന ഏരിയ ഉണ്ട്. അതിനെ സോ കോൾഡ് നമ്മൾ വിളിക്കുന്ന ഒരു പേര് മാത്രമാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു, ഞാൻ ഇന്ന് ഡാർക്ക് വെബിൽ കയറിയേക്കാം, അങ്ങനെ ആർക്കും കയറാൻ പറ്റില്ല. വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഇല്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഈ അണ്ടർവേൾഡ് എന്ന് പറയുന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത്? അതായത് നോർമലായിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ അറിയാത്ത ചില ക്രൈം നടക്കുന്നു. ആ ഒരു സോ കോൾഡ് ഫിക്ഷണൽ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അധോലോകം അല്ലെങ്കിൽ അണ്ടർവേൾഡ്. നമുക്കിനി ഒരു വേറെ ടൈപ്പ് ഓഫ് സെഷനിലേക്ക് കയറാം. ഞാൻ ബ്രോയിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, അതായത് ബ്രോയിന്റെ ഫീൽഡ് റിലേറ്റഡ്. ഓക്കെ, ഇപ്പൊ പുതിയതായിട്ടൊരു തിയറി വന്നിട്ടുണ്ട്, അതായത് സാന്റാക്ലോസ് ബേസിക്കലി സാന്റാക്ലോസ് ക്രിസ്മസ് ആയിട്ടാണ് എല്ലാവരും റിലേറ്റ് ചെയ്ത് പറയുന്നത്. പക്ഷെ ക്രിസ്മസ് ബേസിക്കലി ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്ത് ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷെ അതിൽ സാന്റാക്ലോസ് എവിടെ നിന്ന് വന്നു? അപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു കണ്ട കാര്യമാണ് സാന്റാക്ലോസ്, അത് സാത്താനായിട്ട് അതായിട്ട് റിലേറ്റഡ് ആണ്. സാത്താൻ, SATA, സാത്തൻ, സാന്റ, SANTA. അതിന്റെ വേർഡ്സ് ഇത്തിരി സാത്താന്റെ വേർഡ്സ് ഇത്തിരി ജംബിൾഡ് ആക്കിയിട്ടാണ് സാന്റ എന്നുള്ള വേർഡ്സ് വന്നേക്കണേ എന്നാണ് ഒരു തിയറി പറയണത്. അത് ഞാൻ റീസെന്റ് കണ്ട. അപ്പൊ ബ്രോന് അതിന്റെ വ്യൂസ് എന്തായിരിക്കും? അതിനെ കുറിച്ചിട്ടുള്ള എന്റെ കൃത്യമായിട്ടുള്ള വ്യൂ എനിക്ക് തോന്നുന്ന ഒരു 13-14 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സാന്റാക്ലോസ് കോൺസ്പിറസി എന്ന് പറയുന്നത് റീസെന്റ് വന്നൊരു വിഷയമല്ല. അത് എനിക്ക് തോന്നുന്നു 1900-ങ്ങളുടെ തുടക്കം മുതൽ തന്നെ സാന്താക്ലോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ക്രിസ്ത്യാനിറ്റി തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല എന്നുള്ള തർക്കങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും സാന്താക്ലോസിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, സാന്താക്ലോസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഡിഫറെന്റ് ആണ്. അത് ഒരു പ്രീസ്റ്റിനെ കോൺസെപ്റ്റ് ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാന്റാക്കോളയാണ്. കൊക്കക്കോളയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാസ്കോട്ടാണ് ശരിക്കും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാന്റ. അതായത് വയസ്സായിട്ട് വളരെ വലിയ താടി, വെളുത്ത താടിയും ചുവന്ന ഡ്രസ്സും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബ്രാൻഡ് അല്ല അവർ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവർ ഫെസ്റ്റിവൽ മോഡ്സ്, ഒരു ഫെസ്റ്റിവൽ മോഡ് വന്നു കഴിഞ്ഞാൽ അപ്പ കൊക്കക്കോള എന്നുള്ളതാണ് അവരുടെ ഒരു മോട്ടോ. അല്ലാതെ എന്റെ ബ്രാൻഡ് നിങ്ങൾ ഉപയോഗിക്കുന്നല്ല. നിങ്ങളുടെ ഈ ഒരു ഫെസ്റ്റിവൽ മോഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇമോഷൻസിനെ മാത്രമാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ആ ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ മോഡ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊക്കക്കോള ആയിരിക്കണം. പെപ്സി ആയാലും അങ്ങനെ തന്നെയാണ്. പെപ്സി സ്പോർട്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് പെപ്സി ഒരു എനർജി ഡ്രിങ്ക് ആണ് എന്ന രീതിയിലാണ് പെപ്സിനെ, അതേപോലെ തന്നെയാണ് റെഡ് ബുൾ. സോ ഇങ്ങനത്തെ കുറെ ബ്രാൻഡുകൾ അവരുടെ മാർക്കറ്റിംഗ് ടെക്നിക്കിന് വേണ്ടിയിട്ട് പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ 7-Upന്റെ ഒരു 1 ലൈൻ മാസ്കോട്ടിനെ ബ്രോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു 1 ലൈൻ കൊണ്ട് സ്കെച്ച് ചെയ്തിട്ടുള്ള ഒരു മാസ്കോട്ട്, മെലിഞ്ഞിട്ട് മുടി കൂർത്തു നിൽക്കുന്ന ഒരു 7-Upന്റെ ഒരു മാസ്കോട്ട്, അതായത് ഒരു ക്യാരക്ടർ. ഏകദേശം കൊക്കക്കോള ചെയ്തിട്ടുള്ള സെയിം ഒരു മാസ്കോട്ടാണ് സാന്റാക്ലോസ്. ഇതിനെ പിന്നീട് കണക്ട് ചെയ്ത് നമ്മൾ വിശ്വസിക്കുകയാണ് ഈ സാന്റാക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റുമായിട്ട് ക്രിസ്മസിന്റെ അന്ന് വരുന്ന ഒരാളാണ് എന്നുള്ളത്. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ കുറെ ആളുകൾ ഉണ്ടാക്കിയെടുത്ത കഥകൾ മാത്രമാണ്. ഓക്കെ ബ്രോ, ആൻഡ്രൂ ടേറ്റും ട്രിസ്റ്റൻ ടേറ്റും പറയുന്ന മാട്രിക്സിനെ കുറിച്ച് എന്താ വ്യൂസ്? അവര് പറയുന്ന മാട്രിക്സിനെ കുറിച്ചിട്ട് എനിക്ക്, കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ കാണാതായതും അവര് സോഷ്യൽ മീഡിയയിൽ നിന്ന് മിസ്സിംഗ് ആയി എന്ന് പറയപ്പെടുന്നതും ഈ മാട്രിക്സിനെ കുറിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോൺസ്പിറസിയാണ്. എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ മാട്രിക്സ് എന്ന് പറയുന്ന മേഖല, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു സിമുലേഷനിലാണ് എന്ന് പറയുന്നത് ഒരു സോ കോൾഡ് ന്യൂ ജനറേഷൻ തോട്ടാണ്. എന്തുകൊണ്ട് ന്യൂ ജനറേഷൻ മീൻസ് ഇന്നലെ വന്ന തോട്ട് എന്നല്ല അതിന്റെ അർത്ഥം. അതായത് നിങ്ങൾ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉള്ള ശിക്ഷ ദൈവം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കുട്ടികൾ വിശ്വസിക്കുകയായിരുന്നു. ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിക്കും. അതേസമയം അവരുടെ അടുത്ത് പറയാണ് നിങ്ങളൊരു സിമുലേഷനിലാണ്, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളെ പപ്പറ്റുകളെ പോലെ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അത് ഏലിയൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്യൂച്ചർ ഹ്യൂമൻ ആയിരിക്കാം, ചിലപ്പോൾ അനുനാക്കികളായിരിക്കാം, ആരും ആയിരിക്കാം. അവർ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ഗെയിമിനുള്ളിലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിമുലേഷന്റെ ഉള്ളിലെ കുറച്ച് പ്ലെയേഴ്സ് മാത്രമാണ് നിങ്ങൾ. അവരുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് നടക്കുന്ന ഒരു ഡ്രാമ മാത്രമാണ് ഇത് എന്ന് ചിലപ്പം ദൈവം എന്ന കോൺസെപ്റ്റിനേക്കാൾ കൂടുതൽ ഇന്നത്തെ കുട്ടികൾക്ക് വിശ്വസിക്കാൻ തോന്നും. സോ ഫ്യൂച്ചറിൽ അത് മാറും.
ഫ്യൂച്ചറിൽ ഇതിനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരുമായിരിക്കാം. സോ ഇന്ന് ഞാൻ പറയുന്നത് അന്ന് ദൈവത്തിനെ എങ്ങനെയാണോ നമ്മൾ പ്രസന്റ് ചെയ്തത്, ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CCTV ക്യാമറ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതേപോലെ ദൈവത്തിന് പകരം കുറച്ചു പേര്, അത് ഏലിയൻസ് ആവാം, ഫ്യൂച്ചർ ഹ്യൂമൻ ആവാം, ആരും ആവാം, അവര് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളെ ഒരു പപ്പറ്റ്സിനെ പോലെ ഒരു പ്രത്യേക പ്രോഗ്രാമിലൂടെ റൺ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു തിയറിയാണ് സിമുലേഷൻ തിയറി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാട്രിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതും ആളുകളുടെ മിസ്സിങ്, അതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാനുള്ള അറിവ് ഇല്ല. ആൻഡ്രൂ ടേറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അയാളാണ് മാട്രിക്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, അതിനെ കുറിച്ച് പല അയാളാണ് വീഡിയോ. നല്ല, അതിലൊരാളാണ് അയാൾ എന്നേ പറയാൻ ആ, പറ്റും. അദ്ദേഹം പറയുന്നതെല്ലാം നല്ലതാണോ? നല്ലത് ചീത്ത നമുക്ക് ഉണ്ടോ? ഇപ്പൊ ബ്രോന്റെ നല്ലത് ചിലപ്പോ എനിക്ക് ചീത്തയായിരിക്കും, എന്റെ നല്ലത് ബ്രോന് ചീത്തയായിരിക്കും. ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ, അതിന് നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ള പോലെ ഇരിക്കും. സോ ആൻഡ്രൂ ടേറ്റിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾക്ക് അത് വെറും മണ്ടത്തരങ്ങളായിട്ട് തോന്നുന്നതിന്റെ കാരണം നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പൊ ആടുജീവിതത്തിൽ ബെന്യാമിൻ പറഞ്ഞതുപോലെ നിങ്ങൾ അനുഭവിക്കാത്ത വിഷയങ്ങൾ നിങ്ങൾക്ക് കെട്ടുകഥകളായിരിക്കും. അതുപോലെ അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം അനുഭവിക്കുന്ന കാര്യങ്ങളാണ്, നമ്മളെ സംബന്ധിച്ചിട്ട് അതൊരു കോൺസ്പിറസി തിയറിയാണ്. അതല്ല, ഇത് നമ്മൾക്ക് എപ്പോ അനുഭവം വരുന്നു അതുവരെ അതൊരു കോൺസ്പിറസി തിയറി മാത്രമാണ്. യെറ്റിനെയും ബിഗ് ഫുട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? യെറ്റിയും ബിഗ് ഫുട്ടും രണ്ടാണ്. ബിഗ് ഫുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നോർമൽ കുറച്ചൊരു ജയന്റ് ബീയിങ് എന്ന് മാത്രമേ അതിന്റെ ഒരു അർത്ഥമുള്ളൂ. അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. മീൻസ് അങ്ങനെ കണ്ടു എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ പൊളിച്ചിട്ടുണ്ട്. കാരണം ബേപ്പൂർ സുൽത്താനിൽ തന്നെ ബിഗ് ഫുട്ടിനെ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് ബിഗ് ഫുട്ടിന്റെ കാലടിപ്പാടുകളും ബിഗ് ഫുട്ടിന്റെ ചിത്രങ്ങൾ ഇപ്പം ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാട്ടിലൂടെ നടന്നു പോകുന്ന, കൈയൊക്കെ വീശി നടക്കുന്ന ഒരു ബിഗ് ഫുട്ടിന്റെ ചിത്രം. അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടെലിഫിലിമിന് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മാസ്കോട്ടാണ്. അതിട്ടിട്ട് ഒരാള് നടന്നു പോകുന്ന ഒരു ചിത്രം മാത്രമാണ് അത് എന്നുള്ളതൊക്കെ പിന്നീട് നമ്മൾ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചർച്ചകളായ വിഷയങ്ങളാണ് അതൊക്കെ. യതി എന്ന് പറയുന്നത് ഒരു ഡിവോഷണൽ, മീൻസ് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവതാറാണ് എന്നാണ് പൊതുവെ ഹിന്ദുയിസം പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ആർമി തന്നെ യതി റിയൽ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അതായത് യതിയുടെ ഫുട്ടിന്റെ ഫുട് പ്രിന്റ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത്രയും ഭീകരമായിട്ട് ഒരു ജീവി അവിടെ ഉണ്ട്. അത് യതി ആണോ ഇനി ഹിമക്കരടി ആണോ എന്നൊന്നും, കാരണം ഹിമക്കരടി ഹിമാലയത്തിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും വലിയൊരു ജീവി ആണോ, അതിന്റെ കാൽപ്പാടുകളാണോ അവർ കണ്ടതെന്നൊന്നും അറിയില്ല. എന്തായാലും നേരിട്ട് കണ്ടു എന്ന് പറയുന്ന ഒരാളെ എനിക്ക് അറിയുന്നത് ശ്രീഎം ആണ്. ശ്രീഎമ്മിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ യൂട്യൂബിലുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, യതീനെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ്. അതല്ലാതെ ഇത്രയും, കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഡൈനോസേഴ്സ് വരെ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയ ആൾക്കാരാണ് മനുഷ്യന്മാർ. പക്ഷെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹിമാലയത്തിന്റെ മലമടക്കുകളിൽ ഒളിച്ചു ജീവിക്കുന്ന മനുഷ്യനേക്കാൾ 4-5 ഇരട്ടി വലുപ്പമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ജീവിയല്ല, ഒരു കൂട്ടം ജീവികളെ കണ്ടെത്താൻ മനുഷ്യന് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. എങ്കിൽ ഒന്നുകിൽ അത് മനുഷ്യന്റെ കഴിവുകേടായിരിക്കും, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. സോ ഇല്ല എന്ന് ഞാൻ ആധികാരികമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ ഒരു തെളിവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചോദിക്കും നിങ്ങൾ കള്ളത്തരം പറഞ്ഞല്ലേ. സോ എന്നെ സംബന്ധിച്ചിട്ട് അതെനിക്ക് അറിയാത്ത വിഷയമാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ശ്രീഎം അതിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു, സദ്ഗുരു അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറയുന്നു. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു സ്പിരിച്വൽ ബീയിങ് ആണ്. ദൈവത്തിൽ അല്ലെങ്കിൽ ആത്മീയമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക ജീവിയായിരിക്കാം യതി. എന്തായാലും ഇന്ത്യൻ ആർമിയുടെ ഒരു കമന്റിൽ അവര് യതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അവർ ഓൾറെഡി കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് അതിനെ കുറിച്ചിട്ട് സയന്റിഫിക്കലി പ്രൂഫ് ഒന്നുമില്ല. ചേട്ടന് ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. അതായത് ഒരു മനുഷ്യൻ മറ്റൊരാളെ പോലെ ബിഹേവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയാലും ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയാലും മറ്റൊരു വ്യക്തിയെ പോലെ നമ്മൾ ബിഹേവ് ചെയ്യുന്ന ഒരു മാനസിക അവസ്ഥയെയാണ് നമ്മൾ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതായത് പൊതുവെ എല്ലാവരിലും ഉണ്ട് ഈ പറയുന്ന അവസ്ഥ. നമ്മള് ഇപ്പം സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവസ്ഥകൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ സൈക്കോളജി പറയുന്ന അനുസരിച്ച് നമുക്കിപ്പം ഒരു മെന്റൽ ഡിസീസ് ഉണ്ടെങ്കിൽ അതിപ്പം സ്കിസോഫ്രീനിയ ആയിരിക്കാം, അല്ലെങ്കിൽ ബൈപ്പോളർ ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ഇതൊക്കെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ബേസ് വരെ ഉണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മുടെ പ്രഷർ ഒന്ന് ചെറുതായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളെ ചിലപ്പോൾ തല്ലിയേക്കാം. അതൊക്കെ എല്ലാവരുടെ ഉള്ളിലുള്ള ബേസിക് ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഈ ബേസിക് ക്യാരക്ടേഴ്സിന് ചില വേരിയേഷൻസ് വരും. അതായത്
നമ്മൾ പോലും അറിയാതെ നമുക്ക് അത്തരം മാറ്റങ്ങൾ വരുന്നത് നമ്മുടെ ഡിസോർഡർ ആയിട്ട് മാറും. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ ബിഹേവിയർ എന്ന് പറയുന്ന സാധനം എന്താവും? ഡിസോർഡർ ആയി മാറും. സോ ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പണ്ട് കാലത്ത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി നടക്കുമ്പോൾ അപ്പം അത് ബാധകരതാണ് എന്ന് പറയും. ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ മറ്റൊരാളെ അനുകരിക്കുന്നതായിരിക്കാം. മേ ബി അത് പോസിബിൾ ആണ്. എല്ലാവർക്കും അനുകരിക്കാനുള്ള കഴിവുണ്ട്. ചില ആൾക്കാർ പൂച്ചേനെയും നായ്ക്കളെയൊക്കെ അനുകരിക്കും, ചില ആൾക്കാർ മനുഷ്യന്മാരെ അനുകരിക്കും. സോ നമ്മളുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതിരിക്കുന്ന ഒരു കഴിവ് ചിലപ്പോൾ ആ മൊമെന്റിൽ പുറത്തു വരുന്നതായിരിക്കാം. അത് റിയൽ ആണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിൽ പ്രസക്തി ഒന്നുമില്ല. അത് റിയൽ ആണ്. പക്ഷെ അതിനൊരു പരിധിയിൽ കൂടുതൽ മുകളിലേക്ക് പോകുമ്പോൾ അതൊരു ഡിസോർഡർ ആയി മാറുമ്പോൾ നമുക്കതിന് തെറാപ്പി ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരും, മെഡിസിൻ എടുക്കേണ്ടി വരും. സോ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ തന്നെയാണ്. ബ്രോ ലൂസിഫർ മൂവിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മൂവി എടുക്കാൻ കാരണം എന്താ? ലൂസിഫറിനെ കുറിച്ച് ഞാൻ ഏകദേശം ഒരു 3 വീഡിയോളം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീഡിയോ ലൂസിഫർ ട്രെയിലറിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. സെക്കൻഡ് എംപുരാൻ ടൈറ്റിലിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. പിന്നെ സിക്കാഡ എന്ന് പറയുന്ന ആ ഒരു മോതിരത്തിൽ കാണിക്കുന്ന ഒരു ഡ്രാഗൺ ഫ്ലൈ ആണെന്നൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. എന്തുകൊണ്ട് അതിനെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഡീകോഡ് ചെയ്യാൻ പറ്റിയ മറ്റൊരു സിനിമ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നില്ല അതുവരെ. അതിനുശേഷം ഡീകോഡ് ചെയ്യപ്പെടുക എന്നത് ഒരു സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് മാറുന്നു എന്ന ചിന്തയിലേക്ക് വന്നിട്ട് അതിനു വേണ്ടി ടൈറ്റിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ടൈറ്റിൽസ് അതിനു വേണ്ടി ഇറങ്ങിയിട്ടുമുണ്ട്. മൂവി റിലേറ്റഡ് ആയിട്ടുള്ള സാധനം ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു പെൻഡുലം എന്ന് പറയുന്ന ഒരു സിനിമ. അതിലൊരു ഷെയർ ഡ്രീംസിനെ കുറിച്ച് ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ സിനിമ തെരഞ്ഞെടുത്തത് എനിക്ക് പെട്ടെന്ന് ഈ കോൺസ്പിറസി തിയറി, സീക്രട്ട് സൊസൈറ്റീസിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ എനിക്ക് ഒരു ഉദാഹരണമായിട്ട് വെക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു അത്. പിന്നെ അതിൽ തന്നെ ചില ചിത്രങ്ങൾ, ചില വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇതുപോലത്തെ ഒരു ചിത്രം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഷോട്ട് ഈ ഒരു സിനിമയിൽ വെച്ചു, അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ആ ഒരു വീഡിയോ ആയി മാറിയതും അത് നിങ്ങളിലേക്ക് എത്തിയതും അവിടെ ബേപ്പു സുൽത്താൻ എന്ന് പറയുന്ന ചാനൽ ജനിക്കുകയും ചെയ്തത്. ബ്രോയിന്റെ ഓരോ വീഡിയോയിലും കിട്ടുന്ന നെഗറ്റീവ് കമന്റ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ്, പോസിറ്റീവ്. ഞാൻ പണ്ട് എല്ലാ കമന്റ്സിനും റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. കണ്ടിന്യൂസ്ലി എല്ലാ കമന്റ്സും വായിക്കാറുണ്ട്, റിപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ റിപ്ലൈ ചെയ്യാറില്ല. കമന്റ്സ് ഞാൻ വായിക്കാറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, കാരണം ഇത് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് ഒരു കമന്റിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക. മീൻസ് ഇപ്പം നമുക്ക് ആധികാരികമായിട്ടുള്ളൊരു വിഷയമാണ് അവർ കമന്റ് ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ഞാൻ റിപ്ലൈ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ചെയ്യും അതെന്താ ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യാത്തത്. അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ കമന്റ്സ് ഞാൻ വായിക്കും. പക്ഷെ എന്നോട് പേഴ്സണലി സംസാരിക്കേണ്ട അഭിപ്രായം തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലോ ആയിരിക്കും എനിക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇനി നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ ആണ്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം പെട്ടെന്ന് വായിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ചിലപ്പം ഒന്ന് ഡിപ്രസ്ഡ് ആവും. ഈവൻ ഒരു 10 മിനിറ്റ് അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഇത്രയും എഫർട്ട് എടുത്ത് ഒരു സാധനം ചെയ്യുന്നു, ആ ചെയ്ത അതിനല്ലല്ലോ ഇങ്ങനെ ഒരു കമന്റ്. അപ്പൊ എനിക്കറിയാം അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് ഒരാൾ ഇടുന്നുണ്ടെങ്കിൽ അയാൾ ആ വീഡിയോ മുഴുവൻ കാണാതെയാണ് ഇടുന്നത്. ഈവൻ റീസെന്റ് ഞാൻ കോഴിക്കോട് സ്പോട്ട്ലൈറ്റ് ആണ്. പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഒരു ഇവന്റ് നടന്നിട്ട് അതിന്റെ സ്പോട്ട്ലൈറ്റ് കാണുന്നതാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ സ്പോട്ട്ലൈറ്റ് ആണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള കോണ്ടന്റ് ഇല്ല അത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അമേരിക്ക വരെ പോയി. അമേരിക്കയിൽ അങ്ങനെ നടന്ന ചില വിഷയങ്ങൾ എടുത്തു. ആ വിഷയങ്ങളെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അവസാനം ഞാൻ പറഞ്ഞു ഇന്ന സാധനം കൊണ്ടാണ് ഇവിടെ സംഭവിച്ചത്. സോ അതുപോലും വായിക്കാതെ അല്ലെങ്കിൽ ആ വീഡിയോയിൽ ഒരു 10 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാതെ ആ വീഡിയോന്റെ തുടക്കമോ അല്ലെങ്കിൽ ആരോ കമന്റ് ചെയ്തതോ അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയോ ഒരു ഭാഗം കണ്ടിട്ട് കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി വിഷമിക്കാൻ ഒരു 10 മിനിറ്റ് എനിക്ക് ഇല്ല. സോ അതുകൊണ്ട് കമന്റ്സിനെ ഞാൻ മീൻസ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടും തന്നെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ബ്രോ നേരത്തെ പറഞ്ഞായിരുന്നു ബ്രോയ്ക്ക് ഒരു മൂവി ഉണ്ടാക്കണമെന്ന്. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താ? അല്ല നമ്മള് നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ സിനിമ എന്ന് പറയുന്നത്. മൂവി ഞാൻ അപ്ഡേറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബേപ്പു സുൽത്താൻ തുടങ്ങിയ കാലം മുതല് അല്ലെങ്കിൽ ബേപ്പു സുൽത്താൻ തുടങ്ങുന്നതിന് മുമ്പേ എന്റെ ഉള്ളിലുള്ള ഒരു സാധനമാണ് സിനിമ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന ഒരു തോന്നലിലാണ് ഞാൻ ബേപ്പു സുൽത്താനിലേക്ക് എത്തിയത്. പിന്നീട് ബേപ്പു സുൽത്താനെ തന്നെ എന്തുകൊണ്ട് അതിന്റെ ഭാഗമായി കൂടാ എന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു ത്രെഡിൽ നിന്ന് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതും ആ സ്റ്റോറിയിലൂടെ ആളുകളിലേക്ക് എത്താൻ ഞാൻ ശ്രമിക്കുന്നത്. പണ്ട് ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി ടെല്ലർ ആണ് എന്ന് പറയുമ്പോൾ ബ്രോ ഞാൻ വീഡിയോ കാണാറുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് ഇൻഡസ്ട്രിയിലുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
ഇപ്പം അതിൽ എടുത്തു പറയാവുന്ന ഒരാൾ ടൊവിനോ ആണ്. കാരണം നമ്മുടെ സമൂസ കഥ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തത് തന്നെ ടൊവിനോ ആയിരുന്നു. അപ്പൊ എനിക്ക് നേരിട്ട് സംസാരിക്കാനും എന്റെ വീഡിയോകളെ കുറിച്ചുള്ള അഭിപ്രായം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ നേരിട്ട് കേൾക്കാനും ഉള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എവിടെയോ കിടന്നിരുന്ന എനിക്ക് അതുപോലെ ഒരാളുടെ അടുത്ത് സംസാരിക്കാനും സിനിമയെ കുറിച്ച് സംസാരിക്കാനും ഉള്ളൊരു അവസരം ഉണ്ടാക്കിയത് പോലും ബേപ്പു സുൽത്താൻ എന്ന് പറയുന്ന ചാനലാണ്. ആ ചാനലിന്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പോലുള്ള ആളുകളാണ്. സോ ഓരോ ദിവസവും അതിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ആവശ്യം എന്ന് പറയുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്ന് ഞാൻ ഓക്കെ ആവുന്നു ഒരു സിനിമ ചെയ്യണം. കാരണം അറ്റ് പ്രസന്റ് പോലും എന്നെ സംബന്ധിച്ച് ടെക്നിക്കലി അതിനുള്ളൊരു നോളജ് എനിക്ക് ആയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്റെ ഭാഗത്തു നിന്ന് ഒരു സിനിമ വരും. അത് ചിലപ്പോ തുടക്കത്തിൽ ചിലപ്പോ എന്റെ സ്ക്രിപ്റ്റിൽ 2 സിനിമകളായിരിക്കും വരുന്നുണ്ടാവുക. അത് മറ്റൊരാൾ ഡയറക്ട് ചെയ്തിട്ടായിരിക്കും വരിക. പക്ഷെ അത് എനിക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള, ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് എനിക്ക് തന്നെ ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയിലേക്ക് എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് എത്തിപ്പെടുന്നു വിശ്വസിക്കുന്നു. ഓക്കെ ബ്രോ, താങ്ക് യു ഫോർ യുവർ ടൈം വിത്ത് us. ബ്രോ, ഞങ്ങളുടെ കൂടെ വന്നതിന് വളരെ സന്തോഷം, സംസാരിക്കാൻ കൂടിയതിന് വളരെ സന്തോഷം. അപ്പോൾ ഇനി നമ്മളിങ്ങനെ സംസാരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഉറപ്പായിട്ടും. താങ്ക് യു ബ്രോ.